എങ്ങോട്ട് തിരിഞ്ഞാലും മുല്ലപ്പൂ ചൂടി അണിഞ്ഞൊരുങ്ങിയ മോഹിനിമാർ. അഴകിൻ്റെ, അലങ്കാരത്തിൻ്റെ, അംഗലാവണ്യത്തിൻ്റെ മറുപേരാകും ഈ പുരുഷാംഗനമാർ. കടക്കണ്ണിൽ വിരിയുന്ന ലാസ്യഭാവങ്ങൾ അവരുടെ അഴകേറ്റും. ഇത് കൊല്ലം ചവറ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രം. ഉദ്ദിഷ്ടകാരി സിദ്ധിക്കായി പുരുഷന്മാർ സ്ത്രീവേഷമണിഞ്ഞ ദീപമേന്തുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം. മീനം 10ഉം 11ഉം കൊറ്റൻകുളങ്ങരയ്ക്ക് ഉത്സവരാവുകളാണ്. അന്നാണ് ചമയവിളക്കേന്താൻ പ്രായഭേദമന്യേ നൂറുകണക്കിന് പുരുഷന്മാർ ദേവീസന്നിധിയിലെത്തുക. ഇഷ്ടദേവതയ്ക്കായി പരകായ പ്രവേശത്തിലൂടെ സ്വയം സമർപ്പണം. ദീപാരാധനയ്ക്ക് ശേഷം നടവിട്ടിറങ്ങുന്ന ദേവിയെ അനുഗമിച്ച 7ഉം 5ഉം തിരിയിട്ട ചമയവിളക്കേന്തി പ്രായഭേദമന്യേ അവർ ക്ഷേത്രം വലം വയ്ക്കും. 3 വട്ടം ചെണ്ടമേളവും ഗജവീരന്മാരും കെട്ടുകാഴ്ചകളും അകമ്പടി സേവിക്കും. ചമയവിളക്ക് കണ്ട പുലർച്ചെ തീർത്ഥക്കുളത്തിൽ ആറാട്ട് നടത്തിയ ശേഷം ഭക്തർക്ക് മേൽ അനുഗ്രഹം ചൊരിഞ്ഞ പ്രത്യേകം തയ്യാറാക്കിയ കുരുത്തോല പന്തലിൽ ദേവി ഉപവിഷ്ടയാകുന്നതോടെ ആദ്യ ദിവസത്തെ ഉത്സവത്തിന് സമാപനമായി. പിറ്റേ ദിവസവും ഇതേ ചടങ്ങുകൾ ആവർത്തിക്കും. കണ്ണിന് മിഴിവേകുന്ന വർണ്ണങ്ങളും അലങ്കാരങ്ങളും ചാർത്തി നെയ്ത്തിരിവിളക്കിൻ്റെ വെളിച്ചത്തിൽ അവരൊരുങ്ങി വരുമ്പോൾ സ്ത്രീകൾ പോലും വിസ്മയിച്ചു പോകും. എവിടെ തിരിഞ്ഞാലും എങ്ങോട്ട് നോക്കിയാലും സുന്ദരിമാർ. ഇതാ ചവറ കൊറ്റൻകുളങ്ങര ചമയവിളക്കുത്സവം. ആണ് പെണ്ണാകുന്ന ഉത്സവരാത്രി. കൊല്ലത്തിനും കരുനാഗപ്പള്ളിക്കുമിടയിൽ ചവറ ദേശീയ പാതയോരത്തുള്ള കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിൽ വർഷം തോറും മീനം 10നും 11നും നടക്കുന്ന ചമയവിളക്ക് അത്യപൂർവമായൊരു അനുഷ്ഠാനവും ഉത്സവവുമാണ്. അഭീഷ്ടകാരി സിദ്ധിക്കായി പുരുഷന്മാർ വ്രതം നോറ്റ് പെൺവേഷം കെട്ടി ദേവീ പ്രീതിക്കായി വിളക്കെടുക്കുന്ന അത്യപൂർവമായ ചടങ്ങ്. ക്ഷേത്ര പരിസരം മുഴുവൻ അന്ന് വിളക്കേന്തിയ പുരുഷാംഗനമാരെ കൊണ്ട് നിറയും. പുരുഷന്മാർ അങ്കനവേഷത്തിൽ ചമയവിളക്കേന്തുന്ന ആചാരപ്പെരുമ കൊറ്റൻകുളങ്ങര ക്ഷേത്രത്തിന് മാത്രം സ്വന്തം. ലോകത്ത് മറ്റൊരിടത്തും ഇത്തരമൊരു അപൂർവ കാഴ്ച കാണാനാകില്ല. പലതരത്തിൽ, പല വേഷത്തിൽ, കുഞ്ഞു കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ വാലിട്ട് കണ്ണെഴുതി പൊട്ടുതൊട്ട മുല്ലപ്പൂ ചൂടി ആടയാഭരണ വിഭൂഷിതരായി വിളക്കെടുക്കുവാനെത്തും. കാർക്കൂന്തൽ കോതിയൊതുക്കി നാണത്താൽ മുഖം കുനിച്ച കടമിഴികളാൽ കവിത എഴുതുന്ന സുന്ദരാംഗനമാർ. ആഗ്രഹപൂർത്തീകരണത്തിനായി നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ചമയവിളക്കിൻ്റെ 2 നാൾ എല്ലാ സഞ്ചാരപഥവും കൊറ്റൻകുളങ്ങരയിലേക്ക് നീളം. സ്ത്രീവേഷമണിഞ്ഞ വിളക്കെടുത്താൽ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. ആഗ്രഹപൂർത്തീകരണത്തിനായി ആണിൽ നിന്ന് പെണ്ണിലേക്കുള്ള ഒരു പരകായ പ്രവേശം. പെൺവേഷം കെട്ടുന്നതോടെ അവരുടെ നടപ്പും ഭാവവുമെല്ലാം ശരിക്കും പെണ്ണിൻ്റേതായി മാറുന്നു. പട്ടുസാരിയും സെറ്റും മുണ്ടും ചുരിദാറും, പിന്നെ വേഷത്തിനിണങ്ങുന്ന കമ്മൽ, മാല, വളകൾ, പോരാത്തതിന് ശൃംഗാരഭാവത്തിലുള്ള ഒരു ചിരിയും. ആണുടലുകളിൽ പെണ്ണഴക് വിടർത്തുന്ന ചമയപ്പുരകളും ചമയവിളക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന കേന്ദ്രങ്ങളും ഫോട്ടോ എടുക്കുന്ന താൽക്കാലിക സ്റ്റുഡിയോകളും ഉത്സവ വിഭവങ്ങളുടെ കൊച്ചു കൊച്ചു കടകളും, അങ്ങനെയൊക്കെ ഈ ദിവസങ്ങളിൽ കൊറ്റൻകുളങ്ങര മറ്റൊരു ലോകമാകും. ഉടലഴകിൻ്റെ സുന്ദര കാഴ്ചകളായിരിക്കും ചുറ്റിലും. നെയ്ത്തിരി വിളക്കിൻ്റെ പ്രഭയിൽ നാണം കലർന്ന ചിരിയും ശൃംഗാരഭാവവുമായി അതിസുന്ദരികൾ ഒഴുകി നടക്കും. അവരെ അസൂയയോടെ നോക്കി മാറി നിൽക്കുന്ന പാവങ്ങളെപ്പോലെയാകും യഥാർത്ഥ സ്ത്രീകൾ. പയ്യന്മാർ ഈ മോഹിനികൾക്കൊപ്പം നിന്ന് സെൽഫി എടുക്കുന്നത് പുതു കാഴ്ചയാണ്. സെറ്റുമുണ്ടും പട്ട് സാരിയുമായ പരമ്പരാഗത വേഷത്തിലെത്തുന്നവരാണ് പുരുഷാംഗനമാരിൽ ഏറെയും. ചുരിദാർ ധരിച്ചെത്തുന്ന ചെറിയൊരു വിഭാഗവും ഇല്ലാതില്ല. കുമാരന്മാരെ അണിയിച്ചൊരുക്കുക അധികവും
അമ്മമാരും പെങ്ങന്മാരുമായിരിക്കും. തങ്ങളെക്കാൾ സുന്ദരിയായി മാറിയ ഭർത്താവിൻ്റെ കൈപിടിച്ച വിളക്കിൽ എണ്ണ പകർന്ന് അടുത്തു തന്നെ നിൽക്കുന്ന ഭാര്യമാരുടെ ദൃശ്യം രസമുള്ള കാഴ്ചയാണ്. ഇന്നലെ വരെ മീശ പിരിച്ച് ഗൗരവക്കാരായി നിന്ന ഭർത്താവ് തൻ്റെയെടുത്ത് നാണം കുണുങ്ങി തലകുനിച്ച് നിൽക്കുമ്പോൾ ഭാര്യമാരുടെ മനസ്സിലും ചുണ്ടിലും ഒരു നേർത്ത പുഞ്ചിരി വിരിയുന്നുണ്ടാകുമോ? വെളുപ്പിന് 3 മണി സമയം. കിഴക്ക് കുഞ്ചാലുംമൂട് മുതൽ ആറാട്ട് കടവ് വരെ വരിവരിയായി നിൽക്കുന്ന ആയിരക്കണക്കിന് ചമയ വിളക്കുകൾക്ക് അനുഗ്രഹം ചൊരിയാനായി ദേവി കുഞ്ചാലിമൂട്ടിൽ നിന്നും എഴുന്നള്ളും. ദേവിയുടെ എഴുന്നള്ളത്ത് അവാച്യമായ അനുഭൂതിയാണ് ഭക്തർക്ക് സമ്മാനിക്കുക. വിളക്ക് കണ്ട ആറാട്ട് കഴിഞ്ഞ ശേഷം കുരുത്തോലയും കമുകും വാഴപ്പോളയും കൊണ്ട് ക്ഷേത്ര മാതൃകയിൽ നിർമ്മിച്ച പന്തലിൽ ദേവി വിശ്രമിക്കും. ചവറ, പുതുക്കാട്, കുളങ്ങര ഭാഗം, കോട്ടയ്ക്കകം എന്നീ 4 കരക്കാരുടെ നേതൃത്വത്തിൽ വരുന്ന എടുപ്പ് കുതിരകളുടെയും വാദ്യഘോഷങ്ങളുടെയും ഗജവീരന്മാരുടെയും വണ്ടിക്കുതിരകളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും വർണ്ണാഭമായ കാഴ്ചകൾ ഭക്തമനസ്സുകളിൽ ആനന്ദാനുഭൂതിയുടെ 1000 മഴവില്ലുകൾ വിരിക്കും. മറുനാട്ടിൽ ജോലി ചെയ്യുന്ന കൊറ്റംകുളങ്ങരക്കാർ ഓണത്തിന് നാട്ടിലെത്തിയില്ലെങ്കിലും ചമയവിളക്കിന് വരാൻ മറക്കില്ല. കൗതുക കാഴ്ചകളിൽ പ്രിയം കണ്ടെത്തുന്ന സഞ്ചാരികളും അമ്മയുടെ ശക്തിയിലെല്ലാം അർപ്പിക്കുന്ന ഭക്തജനങ്ങളും ക്ഷേത്രത്തെ ഈ ദിവസങ്ങളിൽ ഭക്തസാഗരമാക്കി മാറ്റുന്നു. കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മേജർ ചവറ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രം ആണിനെ പെൺവേഷമണിയിച്ച് ആഘോഷമാക്കുന്ന കേരളത്തിലെ വനദുർഗയുടെ പാരമ്പര്യം പേറുന്ന പുണ്യപുരാതനമായ ക്ഷേത്രം. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടുന്ന ലോകപ്രസിദ്ധമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധികാര പരിധിയിലുള്ള ക്ഷേത്രമാണിത്. സ്ത്രീ സൗന്ദര്യത്തിന് പുതുപുത്തൻ ഭാവങ്ങൾ പകർന്നുകൊണ്ടാണ് പുരുഷന്മാർ അഭീഷ്ടസിദ്ധിക്കായി ഇവിടെ എത്തുന്നത്. കണ്ണെഴുതി പൊട്ടുതൊട്ട കസവ് സാരിയും പട്ടുപാവാടയും അണിഞ്ഞ ശാലീന സുന്ദരി മുതൽ പുതിയ ഫാഷനിലുള്ള മോഡേൺ സുന്ദരിമാർ വരെ പുരുഷ തരുണികളെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഒപ്പം സ്ത്രീയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പുരുഷന്മാർക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമൂഹം അവരെ അംഗീകരിക്കുന്ന ദിനങ്ങളാണിത്. വാക്കിലും നോക്കിലും സ്ത്രീയായി മാറിയ 1000-ലധികം പുരുഷ സുന്ദരികളുടെ മായാലോകമാണിത്. ഇത് അത്യപൂർവ ആചാരമായ ചവറ കൊറ്റൻകുളങ്ങരയിലെ ചമയവിളക്ക് മഹോത്സവമാണ്. ഒരു നാടിൻ്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന വ്യത്യസ്തമായ ആചാരങ്ങളാണിവിടെ. കാലമെത്ര കഴിഞ്ഞാലും കാത്തുസൂക്ഷിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പിന്തുടർച്ചയാണിത്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പുരാതന കാലത്ത് ഇടതൂർന്ന കാടുകൾ വളർന്നിരുന്ന ഇടമായിരുന്നു. ഇന്ന് കാണുന്ന ക്ഷേത്രാങ്കണം പണ്ട് വർഷകാലത്ത് ചിറ നിറഞ്ഞൊഴുകി സമീപത്തെ പാടങ്ങളെ ജലസമൃദ്ധമാക്കി ഫലഭൂഷ്ടി ഉള്ളതാക്കി മാറ്റിയിരുന്നു. സമീപവാസികളായ കുട്ടികളാണ് ഇവിടെ കളിക്കുവാനും കാലിമേയ്ക്കുവാനുമായി എത്തിയിരുന്നത്. എല്ലാ വർഷവും മാർച്ച് 24, 25 തീയതികളിലാണ് പുരുഷ സുന്ദരികളുടെ വിളക്കെടുപ്പ് നടക്കുന്നത്. ആഗ്രഹ പൂർത്തീകരണത്തിനായി സ്വദേശികളും വിദേശികളുമടക്കം ആയിരക്കണക്കിന് കാഴ്ചക്കാരാണ് ഈ ദിവസം ദേവിയെ കാണാൻ ഈ സന്നിധാനത്തിൽ എത്തിച്ചേരുന്നത്. പെൺവേഷമണിഞ്ഞ വിളക്കെടുത്താൽ ആഗ്രഹങ്ങൾ പൂർത്തിയാകുമെന്നാണ് ഇവിടുത്തെ ഭക്തജനങ്ങളുടെ വിശ്വാസം.